ഹൃദയതാളം കെ സുധാകരൻ. സുപർണ സിൽക്ക് ഹൗസിൻ്റെ മുന്നിൽ ചെന്ന് ഓട്ടോ നിന്നു. ഹാൻഡ് ബാഗിലെ പേഴ്സിൽ നിന്ന് 20 രൂപ എടുത്ത് കൊടുത്തിട്ട് ശ്രീജ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. തുണിക്കടയിലെ പടികൾ കയറി ചെല്ലുമ്പോൾ നേരിയ പരിഭ്രമം ഉണ്ടായിരുന്നു അവൾക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഷർട്ട് വാങ്ങാൻ പോകുന്നത്. 4 നിലയിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ വസ്ത്രവ്യാപാരശാലയായിരുന്നു അത്. ആകർഷകമായി വേഷം ധരിച്ച സുന്ദരിയായ ഒരു യുവതി ശ്രീജയെ കണ്ട് ഹൃദ്യമായി പുഞ്ചിരിച്ചു. മാഡത്തിന് എന്താ വേണ്ടത്? ഷർട്ട്. റെഡിമെയ്ഡ് അല്ലേ? അതെ. ജെൻസ് കളക്ഷൻ സെക്കൻഡ് ഫ്ലോറിലാണ്. ലിഫ്റ്റ് വഴി പോകാം. ശ്രീജയെ അവൾ ലിഫ്റ്റിനടുത്തേക്ക് കൊണ്ടുപോയി. ലിഫ്റ്റ് വന്നപ്പോൾ 2ാമത്തെ നിലയിലേക്ക് അവൾ ചെന്നു. ടൈ ധരിച്ച ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്തേക്ക് വന്നു. മാഡത്തിന് എന്താ വേണ്ടത്? അയാൾ ആദരപൂർവ്വം ചോദിച്ചു. റെഡിമെയ്ഡ് ഷർട്ട്. സൈസ്? ഹേമന്തിൻ്റെ സൈസ് അവൾക്ക് അറിയില്ലായിരുന്നു. ചോദിക്കാനും പറ്റില്ല. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത് അത്ഭുതപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ സൈസ് ചോദിക്കാൻ പറ്റുമോ? ശ്രീജ ഒന്ന് പരുങ്ങി. അയാൾക്ക് കാര്യം മനസ്സിലായി. എത്ര വയസ്സുള്ള ആൾക്കാണ്? 28. എൻ്റെ അത്രയും വണ്ണമുണ്ടോ? അവൾ അയാളെ ഒന്ന് നോക്കി. ഹേമന്ത് തടിച്ചിട്ടല്ല, മെലിഞ്ഞിട്ടാണ്. ഇല്ല. അയാളുടെ അത്രയും വണ്ണമുണ്ടോ? ഒരു സെയിൽസ്മാനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അടുത്ത ചോദ്യം. ഏതാണ്ട് ഹേമന്തിൻ്റെയും പൊക്കവും വണ്ണവുമുള്ള ആളായിരുന്നു ആ സെയിൽസ്മാൻ. അവൾ തലകുലുക്കി. അയാൾ അവളെ മറ്റൊരു സെയിൽസ്മാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മുരുക, 40 സൈസ് ഷർട്ട് കാണിച്ചു കൊടുക്ക്, അയാൾ നിർദ്ദേശിച്ചു. ഭംഗിയായി അടുക്കി വെച്ച 100 കണക്കിന് ഷർട്ടുകളുണ്ടായിരുന്നു അവിടെ. അതിനപ്പുറത്ത് പാൻസും ജീൻസും, പിന്നെ ടീഷർട്ട്, ബർമുഡ. ഫുൾ സ്ലീവോ ഹാഫ് സ്ലീവോ? ഹേമന്ത് ഫുൾ സ്ലീവ് ഷർട്ടിട്ടേ കണ്ടിട്ടുള്ളൂ. ഫുൾ സ്ലീവ്, അവൾ പറഞ്ഞു. ബ്രാൻഡഡ് വേണോ അതോ? അവൾക്കത് മനസ്സിലായില്ല. ഇത്ര പ്രശ്നങ്ങളുണ്ട് ഒരു ഷർട്ട് മേടിക്കാനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കവിതേച്ചിയെ കൂടി കൂട്ടിന് വിളിക്കാമായിരുന്നു. പ്രസാദൻ്റെ കൂടെ വന്നിട്ടുള്ള പരിചയം കാണുമല്ലോ കവിതേച്ചിക്ക്. ബ്രാൻഡഡ് എന്ന് പറഞ്ഞാൽ വില കൂടിയത്, അല്ലാത്തതിന് അത്ര വില വരില്ല, അയാൾ വിശദീകരിച്ചു. ആദ്യമായിട്ട് കൊടുക്കുന്ന സമ്മാനം വില കൂടിയത് തന്നെ ആയിരിക്കണം. അതിൽ വിട്ടുവീഴ്ചയില്ല. ബ്രാൻഡഡ് മതി. അവളുടെ മുന്നിൽ അയാൾ പല നിറത്തിലും തരത്തിലുമുള്ള ഷർട്ടുകൾ നിരത്തി. മിക്കതും നല്ല ഭംഗിയുള്ളവയായിരുന്നു. അവൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. ഏതു വാങ്ങണം? വെളുത്ത ആളാണോ? അവളുടെ മുഖത്തെ സംശയഭാവം കണ്ട് സെയിൽസ്മാൻ ചോദിച്ചു. അതെ. എങ്കിൽ ഡീപ്പ് കളേഴ്സ് നല്ല ചേർച്ചയായിരിക്കും. ബോട്ടിൽ ഗ്രീൻ, ഡാർക്ക് മെറൂൺ, നേവി ബ്ലൂ, കോഫി ബ്രൗൺ തുടങ്ങിയ നിറങ്ങളിലുള്ള ഷർട്ടുകൾ അയാൾ എടുത്തു നിരത്തി. അതെല്ലാം ഹേമന്തിന് ചേരുന്ന നിറങ്ങളായിരുന്നു. അതിൽ ഒരെണ്ണം എങ്ങനെ തിരഞ്ഞെടുക്കും? ഹേമന്ത് ധരിച്ചിട്ടുള്ള ഷർട്ടുകളുടെ നിറങ്ങൾ അവളൊന്ന് ഓർത്തു നോക്കി. ബോട്ടിൽ ഗ്രീൻ മാത്രം കണ്ടതായി ഓർക്കുന്നില്ല. അതത്ര സാധാരണ നിറമല്ല. ഇത് മതി. അവൾ പെട്ടെന്ന് ആ ഷർട്ട് എടുത്തു കൊടുത്തു. ഗിഫ്റ്റ് കൊടുക്കാനല്ലയോ? അയാൾ ചോദിച്ചു. അതെ. അവളുടെ കവിളുകൾ ചുവന്നു. ക്യാഷിലേക്ക് വന്നോളൂ, അവിടെ ബില്ല് തരാം. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ക്യാഷ് കൗണ്ടറിലേക്ക് ശ്രീജ ചെന്നു. കൗണ്ടറിൻ്റെ ഇടതുവശത്തെ ഹാളിൽ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളായിരുന്നു. അവിടെ അച്ഛനമ്മമാർ മക്കളുമൊത്ത് വന്ന് ഉടുപ്പുകൾ തിരഞ്ഞെടുക്കുന്നു. ഒരിക്കൽ ഹേമന്തുമൊത്ത്? അവൾ അറിയാതെ പുഞ്ചിരിച്ചു. സെയിൽസ്മാൻ ബില്ല് കൊണ്ടുവരുന്നത് കാത്തു നിൽക്കുമ്പോൾ അവിടെയുള്ള നിലക്കണ്ണാടിയിൽ സ്വന്തം പ്രതിഫലനം ശ്രീജ കണ്ടു. അവൾ അതിലേക്ക് കൗതുകത്തോടെ നോക്കി. ഭംഗിയായി സാരി ഉടുത്ത ഒരു സുന്ദരിയെയാണ് അവൾ കണ്ടത്. വെളുത്തു പൊക്കമുള്ള ശരീരം, ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴികൾ. സ്കൂളിൽ വരുമ്പോൾ ടീച്ചേഴ്സ് സാരി തന്നെ ഉടുക്കണമെന്ന് നിർബന്ധമാണ്. അല്ലെങ്കിലും അവൾക്ക് സാരിയാണ് ഇഷ്ടം. യാത്ര പോകുമ്പോൾ മാത്രമേ ചുരിദാർ ധരിക്കാറുള്ളൂ. സെയിൽസ്മാൻ ബില്ല് കൊണ്ടുവന്നു. 1750 രൂപ. മാസം 14,000 ശമ്പളം കിട്ടുന്നത്. അതിൽ നിന്ന് 1750. പക്ഷേ അവൾക്കൊട്ടും ഖേദം തോന്നിയില്ല. സമ്മാനം തുറന്നു നോക്കുമ്പോൾ ഹേമന്തിൻ്റെ മുഖത്ത് തെളിയുന്ന സന്തോഷം, അത്ഭുതം. അത് വിലമതിക്കാൻ പറ്റാത്തതാണ്. പണം കൊടുത്ത് ഗിഫ്റ്റ് പാക്കറ്റായി പൊതിഞ്ഞ് കിട്ടിയ ഷർട്ട് അവൾ വാങ്ങി. പിന്നെ നേരെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് പോയി. ശ്രീജ ചെന്നപ്പോൾ റൂമിൽ വന്ദന ഉണ്ടായിരുന്നു. വയസ്സ് 34 കഴിഞ്ഞിട്ടും കല്യാണമായിട്ടില്ല വന്ദനയ്ക്ക്. സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഇന്നെന്തോ കോളുകളുടെ ലക്ഷണമുണ്ടല്ലോ. ശ്രീജയുടെ കയ്യിലിരുന്ന പാക്കറ്റ് കണ്ട് വന്ദന പറഞ്ഞു. ഒരു ഷർട്ടാ ചേച്ചി? വന്ദന അർത്ഥം വെച്ച് പുഞ്ചിരിച്ചു. ഹേമന്തിൻ്റെ കാര്യം വന്ദനയ്ക്കറിയാം. വരുന്ന ഞായറാഴ്ചയാണ് ഹേമന്തിൻ്റെ ജന്മദിനം. വൃശ്ചികത്തിലെ രോഹിണി. വിപുലമായ പദ്ധതികളാണ് അന്ന് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 7:30 ഹേമന്ത് അമ്പലത്തിൽ വരും. അപ്പോഴേക്ക് അവിടെ ചെല്ലണം. 2 പേരുടെയും പേരും നാളും പറഞ്ഞ് പുഷ്പാഞ്ജലി ഒന്നിച്ച് തൊഴുത് പ്രസാദം വാങ്ങണം. അത് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് വരും. ഹേമന്ത് ലോഡ്ജിലാണ് താമസം. 12:30 സമ്മാനവുമായി ഓട്ടോയിൽ ആതിര ലോഡ്ജിലേക്ക് പോകും. പക്ഷേ റൂമിലേക്ക് പോവില്ല. അവിടെ ധാരാളം വൃത്തികെട്ടവന്മാർ ഉണ്ടെന്ന് ഹേമന്ത് പറഞ്ഞിട്ടുള്ളത്. വെളിയിൽ ഹേമന്ത് കാത്തു നിൽക്കും. അപ്പോൾ സമ്മാനം കൊടുക്കും. അത് കഴിഞ്ഞ് സരസ്വതി ഭവൻ എന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി സദ്യ ഉണ്ണും. പിന്നെ ഒരു മാറ്റിനി. അത് കണ്ടിട്ട് വീണ്ടും ഹോസ്റ്റലിലേക്ക്.
ഊണ് കഴിക്കാൻ പോകുന്നതിനായി ഹോസ്റ്റലിലേക്ക് ബൈക്കിൽ വരാമെന്ന് ഹേമന്ത് പറഞ്ഞതാണ്. അത് വേണ്ട, ലോഡ്ജിലേക്ക് ചെല്ലാമെന്ന് താനാണ് തീരുമാനമെടുത്തത്. കാണാൻ വരുമ്പോൾ സമ്മാനം കൊടുക്കുന്നതിലും ഉചിതം കൊണ്ടുചെന്ന് കൊടുക്കുന്നതല്ലേ. 7:30 പതിവ് പോലെ ശ്രീജ മെസ് ഹാളിൽ ചെന്ന് അത്താഴം കഴിച്ചു. 8 മണിയായപ്പോൾ ഹേമന്തിൻ്റെ വിളി വന്നു. മൊബൈലുമെടുത്ത് അവൾ ഇടനാഴിയിലേക്ക് ഇറങ്ങി. വന്ദന ചേച്ചിയുടെ സാമീപ്യത്തിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റില്ല. നീ കഴിച്ചോ ശ്രീജെ? ഹേമന്ത് ചോദിച്ചു. ഉവ്. ഹേമന്ത് ഇപ്പോഴെവിടെയാ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കൊല്ലത്താ ക്യാമ്പ്. നാളെ ഉച്ചകഴിഞ്ഞ് അവിടെ എത്തും. വൈകുന്നേരം നമുക്ക് കാണണം. ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അവൾക്ക് ആകാംക്ഷയായി. അത് സസ്പെൻസ്. നാളെ കാണുമ്പോൾ അറിഞ്ഞാൽ മതി. ഹേമന്ത് പ്ലീസ്, അവൾ കെഞ്ചി. നീ എത്ര നിർബന്ധിച്ചാലും ഇപ്പം ഞാനത് പറയത്തില്ല മോളെ. സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ എന്നെ വിളിക്കണം. ഞാൻ വരാം കേട്ടോ. ഞാനിന്ന് ഉറങ്ങത്തില്ല. ഉറക്കമൊഴിച്ച് വീർത്ത മുഖവുമായി നാളെ വന്നാൽ ഒറ്റയടി തരും ഞാൻ, അവൻ കള്ള ദേഷ്യത്തോടെ ഭീഷണിപ്പെടുത്തി. അടിച്ചോ, ഞാൻ കൊണ്ടോളാം. കയ്യിൽ കിട്ടട്ടെ, അന്നേരം അറിയാം ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അവൾ ചിരിച്ചു. അല്പനേരം കൂടി സംസാരിച്ചിട്ടാണ് അവൻ ഫോൺ വെച്ചത്. അവൾ റൂമിലേക്ക് ചെന്നു. അന്ന് ലൈറ്റണച്ച് കൊതുക് വലയ്ക്കുള്ളിൽ കണ്ണുകളടച്ച് കിടന്നപ്പോൾ ഹേമന്തിനെ കുറിച്ചാണ് അവൾ ചിന്തിച്ചത്. കൽക്കത്തിലുള്ള ജാക്സൺ എന്ന ഇലക്ട്രിക്കൽ കമ്പനിയുടെ കേരളത്തിലെ എക്സിക്യൂട്ടീവാണ് ഹേമന്ത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലെ സെയിൽസിൻ്റെ ചുമതലയുണ്ട്. അത് കാരണം ആഴ്ചയിൽ 3-4 ദിവസം യാത്രയിലായിരിക്കും. ടൗണിലാണ് അവരുടെ ഏരിയ മാനേജറുടെ ഓഫീസ്. ഏരിയ മാനേജർ പ്രസാദചന്ദ്രനുമായി ഹേമന്ത് നല്ല സൗഹൃദത്തിലാണ്. അവളെ അവൻ പ്രസാദചന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് കാരണം അയാളുടെ ഭാര്യ കവിതയുമായി അവളും നല്ല അടുപ്പത്തിലാണ്. ഏരിയ മാനേജറാണെങ്കിലും പ്രസാദചന്ദ്രന് 35 വയസ്സേ ഉള്ളൂ, കവിതയ്ക്ക് 30. അവർക്കൊരു മോനുണ്ടായെങ്കിലും 2 കൊല്ലം മുമ്പ് ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചുപോയി. ഹേമന്തിന് അച്ഛനും അമ്മയും ഒരു ചേച്ചിയുമുണ്ട്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. അച്ഛൻ മിലിറ്ററി സർവീസിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പലതരം കൃഷി ചെയ്യുന്നു. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ആഴ്ചയിലൊരിക്കൽ അച്ഛനെയും അമ്മയെയും കാണാൻ ഹേമന്ത് വീട്ടിൽ പോകും. പിറ്റേന്നാണ് മടക്കം. ഒരിക്കൽ സ്കൂളിലെ ഇലക്ട്രിക് ഫാനുകളുടെ ഓർഡർ എടുക്കാൻ ഹേമന്ത് വന്നു. അന്നാണ് അവർ തമ്മിൽ പരിചയപ്പെട്ടത്. ആ പരിചയം പിന്നെ ആരുമായിട്ടും ഹേമന്ത് പെട്ടെന്ന് അടുക്കും. സംസാരം കേട്ടാൽ ആർക്കും ഇഷ്ടം തോന്നും. സെയിൽസ്മാൻ ആയതുകൊണ്ടാണ് അങ്ങനെയായി പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച, 4 ദിവസം കഴിഞ്ഞാൽ ഞായർ. അന്നത്തെ ആഘോഷം സ്വപ്നം കണ്ട് അവൾ എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് വൈകുന്നേരം 4 മണിയായപ്പോൾ ഹേമന്ത് വിളിച്ചു. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞിരുന്നു. ഞാൻ സ്കൂളിലുണ്ട് ഹേമന്ത്, അവൾ പറഞ്ഞു. എന്നാൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വന്നില്ലേ? ഞാൻ വരാം. അവൾ ബാഗും എടുത്ത് ഇറങ്ങി. സ്കൂളിൻ്റെ മുമ്പിൽ അല്പം മാറി പോസ്റ്റ് ഓഫീസും ബാങ്കും പെട്രോൾ പമ്പും ഒക്കെയുണ്ട്. അവൾ ബസ് സ്റ്റോപ്പിൽ എത്തും മുമ്പേ ഹേമന്തിൻ്റെ ബൈക്ക് അവളുടെ അടുത്ത് വന്നു നിന്നു. കയറ്. ഹെൽമെറ്റ് എടുക്കാതെ അവൻ പറഞ്ഞു. അവൾ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്നു. കോഫി ഹൗസിൻ്റെ മുന്നിൽ ചെന്നാണ് പിന്നെ വണ്ടി നിന്നത്. വാ. അവൾ അവൻ്റെ പിന്നാലെ ചെന്നു. 2 പേർക്ക് മാത്രമുള്ള മേശ കണ്ടുപിടിച്ച് അവർ അഭിമുഖമായിരുന്നു. 2 കോഫി, 2 വട. വെയിറ്റർ വന്നപ്പോൾ അവൻ ഓർഡർ കൊടുത്തു. ഇനി സഹിച്ചിരിക്കാൻ വയ്യ, സസ്പെൻസ് പൊട്ടിക്ക്, അവൾ പറഞ്ഞു. ഹേമന്ത് ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ നെറ്റിയിലേക്ക് മുടി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ക്ലീൻ ഷേവ് ചെയ്ത മുഖം കണ്ടാൽ നിഷ്കളങ്കത ഒപ്പിയെടുക്കാം. ഞായറാഴ്ച നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുതിരപ്പുഴ അമ്പലത്തിലല്ലേ? അയാൾ ചോദിച്ചു. അതെ. അവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അതെ, അത് അവൾക്കറിയാമായിരുന്നു. എൻ്റെ നക്ഷത്രം രോഹിണിയാ, ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രം. അപ്പോൾ കൃഷ്ണക്ഷേത്രത്തിലല്ലേ നമ്മൾ പോകേണ്ടത്? ന്യായമായ ചോദ്യം. അത് അംഗീകരിക്കാൻ അവൾക്കൊട്ടും മടിയില്ലായിരുന്നു. പക്ഷേ അടുത്തെങ്ങും കൃഷ്ണക്ഷേത്രമില്ലല്ലോ, അവൾ പറഞ്ഞു. അതിനൊരു വഴിയുണ്ട്. നമുക്ക് ഗുരുവായൂർക്ക് പോയാലോ? ഗുരുവായൂർക്കോ? വിശ്വാസം വരാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശനിയാഴ്ച നിനക്ക് ക്ലാസ്സിലല്ലോ. നമുക്ക് രാവിലെ പോകാം. അവിടെ നല്ല ഹോട്ടലുകളുണ്ട്. ഞാൻ റിസർവ് ചെയ്യാം. അന്ന് ദീപാരാധന തൊഴുതിട്ട് പിറ്റേന്ന് പുലർച്ചെ കുളിച്ച് നിർമ്മാല്യം തൊഴുതു മടങ്ങാം. ഉച്ച കഴിഞ്ഞ് നിനക്ക് ഹോസ്റ്റലിൽ ചെല്ലാം. സീരിയസ് ആയിട്ടാണോ ഹേമന്ത് പറയുന്നത്? അതെ. നമ്മൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ ഒരേ റൂമിൽ. നിനക്ക് പേടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടന്നോ? 2 റൂം ബുക്ക് ചെയ്യാം. ഹേമന്ത് കളി പറയല്ലേ? അവളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഐ ആം സീരിയസ്. നിനക്ക് സമ്മതമല്ലെങ്കിൽ പറ. എനിക്ക് സമ്മതമല്ല. കല്യാണം കഴിഞ്ഞിട്ട് മതി ഒന്നിച്ച് താമസിക്കുന്നത്. ഞാൻ വരില്ല ഗുരുവായൂർക്ക്. അയാൾ പുഞ്ചിരിയോടെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് ആഭരണ പെട്ടി എടുത്ത് തുറന്നു. അതിൽ 2 സ്വർണ്ണ മോതിരങ്ങളുണ്ടായിരുന്നു. നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് കണ്ടില്ലേ? ഒരു മോതിരം നിനക്കാ, മറ്റേത് എനിക്കും. കണ്ണൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ പരസ്പരം ഇത് അണിയിക്കുന്നു. അത് കഴിഞ്ഞു മതി. ശ്രീജ നിഷേധാർത്ഥത്തിൽ മെല്ലെ തലയാട്ടി. വേണ്ട ഹേമന്ത്, ഞാൻ വരില്ല. മോതിരം മാറൽ മാത്രം പോരാ. 4 ആളുടെ മുന്നിൽ വെച്ച് അഗ്നിസാക്ഷിയായി എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് മതി അതൊക്കെ. പെട്ടെന്ന് അയാളുടെ മുഖത്തെ പ്രസാദം മാഞ്ഞുപോയി. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്കെന്നെ വിശ്വാസമുണ്ടോ എന്നറിയാൻ കൂടിയാ ഞാൻ ഇങ്ങനെയൊരു യാത്ര. പൂർണ്ണ വിശ്വാസമില്ലെന്ന് മനസ്സിലായി. സാരമില്ല, ഇതൊക്കെ ഒരു തിരിച്ചറിവാണ്. പെട്ടെന്ന് അവൾ കൈനീട്ടി അവൻ്റെ കയ്യിൽ പിടിച്ചു. പ്ലീസ് ഹേമന്ത്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അത് തെറ്റാണ്. അതുകൊണ്ടാണ്, അവൾ അപേക്ഷിച്ചു. ഓക്കെ.
നമ്മൾ ആ വിഷയം വിട്ടു. കാപ്പിയും വടയും വന്നു. അവർക്ക് പിന്നെ സംസാരിക്കാൻ വിഷയമില്ലാതായി. രണ്ടുപേരും നിശബ്ദരായി കാപ്പി കുടിച്ചു. വാ പോകാം. ബില്ല് കൊടുത്ത് അയാൾ എഴുന്നേറ്റു. അവൾ പിന്നാലെ ചെന്നു. അവളെ അയാൾ ഹോസ്റ്റലിൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് വിട്ടു. ഹേമന്ത്, എന്നോട് ദേഷ്യമാണ് അല്ലേ? പ്ലീസ് ഇനി അക്കാര്യം മിണ്ടണ്ട. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി. മനസ്സ് തകർന്നാണ് ശ്രീജ റൂമിലേക്ക് പോയത്. അന്ന് മുഴുവൻ അവൾ അതുതന്നെ ആലോചിച്ചു. താൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് അവൾക്ക് തോന്നുകയും ചെയ്തു. അന്ന് ഹേമന്ത് അവളെ വിളിച്ചില്ല. പിറ്റേന്നും വിളിച്ചില്ല. അവനെ പലവട്ടം അവൾ വിളിച്ചെങ്കിലും അവൻ കോൾ എടുത്തില്ല. ഇനിയൊരു മാർഗമേ മുന്നിലുള്ളൂ. അവളൊന്ന് നെടുവീർപ്പിട്ടു. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് പഴംപൊരി ഉണ്ടാക്കാൻ ഏത്തപ്പഴം പൊളിച്ച് നെടുകെ കീറുകയായിരുന്നു കവിത. പ്രസാദേട്ടന് ചായക്കൊപ്പം പഴംപൊരി വലിയ ഇഷ്ടമാണ്. 5:30 കഴിയുമ്പോൾ ആൾ ഓഫീസിൽ നിന്ന് ഇറങ്ങും. പോസ്റ്റ് ഓഫീസിലാണ് കവിത ജോലി ചെയ്യുന്നത്. 5 മണിക്ക് ഇറങ്ങി 10 മിനിറ്റ് കൊണ്ട് നടന്ന് വീട്ടിലെത്താം. പഴംപൊരിക്ക് വേണ്ടി ചെറിയ ബൗളിൽ മാവ് കലക്കുമ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. പ്രസാദേട്ടനല്ല. കാറിൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ. വിരലുകളിൽ നിന്ന് മാവ് കഴുകിക്കളഞ്ഞിട്ട് ടവലിൽ കൈ തുറച്ച് കവിത മുൻവശത്തേക്ക് ചെന്ന് വാതിൽ തുറന്നു. ശ്രീജയാണ് വന്നത്. അവളുടെ മ്ലാനമായ മുഖം കണ്ടപ്പോൾ കവിതയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. രണ്ടുപേരും പിന്നെ തല്ലുകൂടിയോ? അത് പിന്നെ ചേച്ചി. മറുപടിയില്ലാതെ അവൾ നിന്നു. കയറി വാ. ശ്രീജ അകത്തേക്ക് കയറി. കവിത അടുക്കളയിലേക്ക് പോയപ്പോൾ അവളും പിന്നാലെ ചെന്നു. ഇത്തവണ എന്താ സംഭവിച്ചത്? ചൂടായ ചീനച്ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് കവിത ചോദിച്ചു. അടുത്ത സൺഡേ ഹേമന്തിൻ്റെ ബർത്ത്ഡേയാ. അന്ന് ഗുരുവായൂർ പോയി കുളിച്ച് തൊഴണമെന്ന് ഹേമന്ത് പറഞ്ഞു. പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു. അത്രയേ ഉള്ളോ? അവന് അതാണ് ആഗ്രഹമെങ്കിൽ നീ എന്തിനാ മോളെ തടസ്സം നിൽക്കുന്നേ? അവൻ പോയിട്ട് വരട്ടെ. തിളച്ച എണ്ണയിലേക്ക് മാവിൽ മുക്കിയ പഴക്കീറുകൾ ഓരോന്നായി കവിത ഇട്ടു. ഞാനും കൂടി ചെല്ലണമെന്ന്. കവിത തലതിരിച്ച് അവളെ ഒന്ന് നോക്കി. നിനക്കും കൂടി പോയാലെന്താ? അവിടെ റൂമെടുത്ത് താമസിക്കണ്ടേ? അത് നേരാണല്ലോ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റുന്ന ദൂരമല്ലല്ലോ. പെട്ടെന്ന് കവിതയ്ക്ക് ഓർമ്മ വന്നു. എന്നെ ഇപ്പം വിളിക്കുന്നുമില്ല. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. കവിത ചിരിച്ചു. ഇങ്ങനെയൊക്കെയല്ലേ പ്രതിഷേധിക്കുന്നത്? ഞാൻ പോണോ ചേച്ചി? അതൊക്കെ നിൻ്റെ ഇഷ്ടം. അവൻ നിന്നെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെയെ അവൻ കല്യാണം കഴിക്കൂ. പക്ഷേ ഭാവിയിലെ കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അത്തരമൊരു മറുപടിയായിരുന്നില്ല അവൾക്ക് വേണ്ടത്. ഹേമന്തിനെ വിളിച്ച് ഒന്ന് സംസാരിക്കാൻ പ്രസാദേട്ടനോട് പറയണം. എനിക്കൊരു മനസ്സമാധാനവുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രസാദേട്ടൻ ഇപ്പം വരും. നീ തന്നെ പറ. ഇടയ്ക്കിടയ്ക്ക് ഹേമന്ത് ശ്രീജയും തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവും. പിണങ്ങുന്നത് മിക്കപ്പോഴും ഹേമന്തായിരിക്കും. ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രീജ വന്ന് പ്രസാദചന്ദ്രനെയും കവിതയെയും കണ്ട് അഭ്യർത്ഥിക്കും. പെട്ടെന്ന് ഗേറ്റ് കിടന്ന് കാർ വരുന്ന ശബ്ദം അവർ കേട്ടു. പ്രസാദേട്ടൻ വന്നല്ലോ, കവിത പറഞ്ഞു. ശ്രീജയ്ക്ക് ആശ്വാസമായി. പ്രസാദേട്ടൻ എന്തു പറഞ്ഞാലും ഹേമന്ത് അനുസരിക്കും. മാനേജരും സ്റ്റാഫും തമ്മിലുള്ള ബന്ധമല്ലാതെ ജ്യേഷ്ഠനും അനുജനും പോലെയാണ്. പ്രസാദ് പാൻസും ഷർട്ടും മാറ്റി മുണ്ടെടുത്തു. വന്നപ്പോഴേക്കും പ്ലേറ്റിൽ പഴംപൊരിയും ഗ്ലാസ്സിൽ ചായയുമായി കവിത ചെന്നു. ശ്രീജ വന്നിട്ടുണ്ട്, അവൾ പറഞ്ഞു. വെളിയിൽ ചെരുപ്പ് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. എന്താ വിശേഷിച്ച്? സ്ഥിരം സംഭവം. 2 ദിവസമായി അവൻ ഫോൺ എടുക്കുന്നില്ല. അയാൾ ചിരിച്ചു. ശ്രീജ അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നു. പ്രസാദേട്ടൻ വിളിച്ചൊന്ന് സംസാരിക്കണം. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് പറയണം. അവളുടെ തൊണ്ടയിടറി. അവനൊരു പാവമാ ശ്രീജെ. അതുകൊണ്ടാണ് ബലം പിടിച്ചിരിക്കുന്നത്. നിന്നെ ഓർത്ത് മാത്രമാണ് അവൻ്റെ ജീവിതം. കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുക അവൻ. അവൾക്ക് സങ്കടം വന്നു. ഞാൻ അവനോട് സംസാരിക്കാൻ. ശ്രീജ വിഷമിക്കേണ്ട. ചായയും പഴംപൊരിയും കഴിച്ചിട്ട് സമാധാനത്തോടെയാണ് അവൾ പോയത്. എന്തായാലും ഹേമന്തിനെ പിണക്കാൻ പാടില്ല. വേറൊരു പുരുഷനെ ഈ ജന്മത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. ഹോസ്റ്റലിൽ ചെന്നിട്ട് അവൾ ഹേമന്തിനെ വിളിച്ചു. ഹലോ. ഭാഗ്യത്തിന് ഇത്തവണ അയാൾ കോൾ എടുത്തു. എന്നോട് പിണങ്ങല്ലേ. ഗുരുവായൂർക്ക് പോകാൻ ഞാൻ വരാം. എനിക്ക് ഹേമന്തിന് വിശ്വാസമാണ്. ഓക്കെ ശ്രീജ, ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പോൾ റോഡിലാണ്. ബൈക്ക് ഒതുക്കി നിർത്തിയിരിക്കുക. പിന്നെ വിളിച്ചാൽ മതി. ഹേമന്ത് കോൾ കട്ട് ചെയ്തു. റോഡ് വക്കിൽ തന്നെ ആയിരുന്നു അവൻ. വീണ്ടും ഹെൽമെറ്റ് തലയിൽ വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് വേറൊരു കോൾ മൊബൈലിൽ വന്നത്. രജനി. ഹലോ രജനി. അയാൾ ആ കോൾ എടുത്തു. ഹേമേട്ടാ, എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം. എന്താ കാര്യം? ഞാൻ പ്രഗ്നൻ്റ് ആണ്. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ശബ്ദം കാരണം കേട്ടത് തെറ്റിപ്പോയോ എന്ന് അയാൾ സംശയിച്ചു. എന്താ നീ പറഞ്ഞത്? ഞാൻ ഗർഭിണിയാണ്. അടിയേറ്റതുപോലെ ഹേമന്ത് തരിച്ചു നിന്നു. ഞാനിപ്പോൾ റോഡിലാണ്. വണ്ടി ഓടിക്കുക. റൂമിൽ ചെന്നിട്ട് വിളിക്കാം, ഹേമന്ത് തിടുക്കത്തിൽ പറഞ്ഞു. രജനി അത് വിശ്വസിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. മൊബൈലിലൂടെ ട്രാഫിക്കിൻ്റെ ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിയും. വിളിക്കണേ. ഇന്നാ കൺഫേം ആയത്. എനിക്കൊരു മനസ്സമാധാനവുമില്ല. ഞാൻ വിളിക്കാം. എത്ര ലേറ്റായാലും വിളിക്കാം. നീ സമാധാനമായിട്ടിരിക്കേ. ശരി, ഞാൻ കാത്തിരിക്കും. അവൾ കോൾ കട്ട് ചെയ്തു. വണ്ടിപ്പെണ്ണ്. ഹേമന്തിന് ദേഷ്യം വന്നു. പലവട്ടം പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അതെങ്ങനെയാ? കൊതിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം പാടാണല്ലോ. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള ഒരു പഴയ ഇരുനില വീട്ടിലാണ് ഹേമന്ത് താമസിക്കുന്നത്. താഴെയും മുകളിലുമായി 5 ബെഡ്റൂമുകളുണ്ട്. താഴത്തെ നിലയിൽ വരാതിലേക്ക് തുറക്കുന്ന മുറിയാണ് അയാളുടേത്. മറ്റു മുറികളിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായ ശ്രീറാം, സ്കൂൾ ടീച്ചറായ രവീന്ദ്രൻ, പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ചെയ്യുന്ന ജയന്തൻ,
ജ്വല്ലറി ഷോപ്പിലെ സെയിൽസ്മാൻ അരുൺ എന്നിവരാണ് താമസിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും യാത്രയായതുകൊണ്ട് മറ്റു താമസക്കാരെ അപൂർവമായേ ഹേമന്ത് കാണാറുള്ളൂ. അത് കാരണം അവരുമായി വലിയ അടുപ്പമൊന്നുമില്ല. ടൗണിൽ മറ്റൊരു ഭാഗത്ത് താമസിക്കുന്ന അമ്മച്ചിയുടെ വകയാണ് വീട്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാടക പണം അടയ്ക്കണം. അത് എല്ലാവരും കൃത്യമായി ചെയ്യും. അതുകൊണ്ട് വീട്ടുടമസ്ഥയെ കാണേണ്ടി വരാറേയില്ല. പക്ഷേ രാപ്പകൽ പാപ്പൻ എന്ന വാച്ചറുണ്ട്. ടൗണിലാണെങ്കിലും ചുറ്റും പറമ്പും അതിൽ മരങ്ങളുമുള്ള വീടാണ് സുഭദ്രാഭവനം. ബൈക്കുകൾ സൂക്ഷിക്കാൻ ഷെഡുണ്ടാക്കിയിട്ടുണ്ട്. സുഭദ്രാഭവനത്തിൻ്റെ മുറ്റത്ത് ചെന്ന് ബൈക്ക് നിന്നു. മറ്റുള്ളവരുടെ ബൈക്കുകൾ ഷെഡിൽ ഇല്ലായിരുന്നു. അവർ വന്നിട്ടില്ല. ബാഗുമായി ഹേമന്ത് വരാന്തയിൽ കയറി താക്കോലെടുത്ത് മുറി തുറന്നു. എത്രയും വേഗം രജനിയുടെ പ്രശ്നം പരിഹരിക്കണം. അല്ലെങ്കിൽ ആ ഓർമ്മ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. നാളെ കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ്. രാവിലെ ശ്രീജയെയും കൊണ്ട് ഗുരുവായൂർക്ക് പോകണം. സന്തോഷത്തോടെ പോകാനോ അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ അവളുമൊത്ത് ആ രാത്രി ആസ്വദിക്കാനോ രജനിയെക്കുറിച്ചുള്ള ഓർമ്മ അനുവദിക്കുകയില്ല. അതിനു മുമ്പ് രജനിയുടെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കണം. അതിന് നാളെ ഒരൊറ്റ ദിവസത്തെ സമയമേയുള്ളൂ. നാളെ തന്നെ ചെന്ന് രജനിയെ കാണണം. അത് പ്രയാസമുള്ള കാര്യമല്ല. എറണാകുളത്ത് നാളെ ഒരു ടൂർ വച്ചാൽ മതി. അവളെ കാണുകയും ചെയ്യാം. പല കടകളിൽ നിന്നായി പർച്ചേസ് ഓർഡർ പിടിക്കുകയും ചെയ്യാം. മുറിയിലേക്ക് കയറി ഹേമന്ത് എക്സിക്യൂട്ടീവ് ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചു. നല്ല ഉഷ്ണം. അയാൾ സീലിംഗ് ഫാൻ ഓൺ ചെയ്തിട്ട് ഫുൾ സ്ലീവ് ഷർട്ടും പാൻസും അഴിച്ചു മാറ്റി. എന്നിട്ട് ലുങ്കി എടുത്തെടുത്തു. ഇപ്പോൾ സമയം 5:30. രജനി കടയിൽ നിന്ന് ഇറങ്ങിക്കാണില്ല. 6 മണി വരെ അവിടെ ഉണ്ടാവും. തൃപ്പൂണിത്തുറയിലുള്ള എക്സലൻറ്റ് ഇലക്ട്രിക്കൽസ് എന്ന ഹോൾസെയിൽ ഷോപ്പിലാണ് രജനി ജോലി ചെയ്യുന്നത്. അവിടെ ഓഫീസ് അസിസ്റ്റൻറ്റ്. ബില്ലടിക്കുന്നതും അവളാണ്. മൊബൈൽ എടുത്ത് ഹേമന്ത് അവളെ വിളിച്ചു. ഹലോ ഹേമേട്ടാ. ഉടൻ തന്നെ അവൾ കോൾ എടുത്തു. അടുത്ത ആരെങ്കിലും ഉണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല, റൂമിൽ ഞാനിപ്പോൾ തനിച്ചാ. 7 സ്റ്റാഫുള്ള സ്ഥാപനമാണത്. ഓഫീസിൽ അവളെ കൂടാതെ ഒരു പയ്യനുമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഗോഡൗണിലും ഷോറൂമിലുമാണ്. നാളെ ഞാൻ അങ്ങോട്ട് വരും. വന്നിട്ട് സംസാരിക്കാം, അയാൾ പറഞ്ഞു. എപ്പോൾ വരും? കഴിയുന്നത് നേരത്തെ, ഉച്ചയ്ക്ക് മുമ്പ്. അത് മതി. വീട്ടിലാർക്കും ഇതുവരെ സംശയമൊന്നുമില്ല. അമ്മയോ ചേച്ചിയോ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും, ഭയത്തോടെ അവൾ പറഞ്ഞു. എന്തിനാ രജനി പേടിക്കുന്നേ? ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യമല്ലേ? ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ചേച്ചി നിൽക്കുമ്പം അനിയത്തി. അതാ എനിക്കും. ഒരു പിടിവള്ളി അയാൾക്ക് അവൾ തന്നെ എറിഞ്ഞു കൊടുത്തു. രജനിയുടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. സുജാത ഹൈക്കോടതിയുടെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്നു. രജനിയുടെ അമ്മ സുമതി ചോറ്റാനിക്കര ഭക്തയാണ്. ചൊവ്വയും വെള്ളിയും ഞായറും ദിവസങ്ങളിൽ രാവിലെ അമ്പലത്തിൽ പോകും. തിരിച്ചു വരാൻ ഉച്ച കഴിയും. പ്രൈവറ്റായി BA പഠിക്കുന്നുണ്ട് സുജാത. എല്ലാ ഞായറാഴ്ചയും അവൾക്ക് ക്ലാസ്സുണ്ട്. രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 6 മണിയാകും തിരിച്ചെത്താൻ. ഞായറാഴ്ച രജനി മാത്രമേ വീട്ടിൽ കാണൂ. എല്ലാം കൊണ്ടും സൗകര്യം. നാളെ വന്നാൽ മാത്രം പോരാ. ഹേമന്തട്ടൻ അമ്മയെ ചെന്ന് കാണണം. 2-1 തീരുമാനമെടുക്കണം. 2-1 എത്രയും വേഗം കല്യാണത്തിൻ്റെ തീയതി നിശ്ചയിക്കണം, അവൾ ആവശ്യപ്പെട്ടു. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. അമ്മയെ ഞാൻ ചെന്ന് കണ്ടോളാം, ഹേമന്ത് ഏറ്റു. സത്യത്തിൽ ഇപ്പോഴാ ഹേമട്ടാ എനിക്കൊരു സമാധാനം കിട്ടിയേ. ഇക്കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ തീ തിന്നുമായിരുന്നു. ഞാനില്ലേ പൊട്ടിപ്പെണ്ണേ നിനക്ക്. നാളെ കാണാം. ഒരു സ്പെഷ്യൽ ഉമ്മ എനിക്ക് തരണം കേട്ടോ. അതിനെന്താ? ഹേമട്ടൻ വരുമ്പോൾ ചന്ദ്രുവിന് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പുറത്തേക്ക് വിടാം. അവളുടെ ഓഫീസ് ബോയ് ആണ് ചന്ദ്രു എന്ന 19കാരൻ. അപ്പോൾ നാളെ കാണാം. ശരി ഹേമേട്ടാ. ഹേമന്ത് കോൾ കട്ട് ചെയ്തു. ഇനി ഒരാളെ കൂടി കൈകാര്യം ചെയ്യാനുണ്ട്. അതുകൂടി തീർന്നു കഴിഞ്ഞാൽ സുഖമായി കിടന്ന് ഒന്ന് ഉറങ്ങണം. തിരുവനന്തപുരം വരെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമുണ്ട്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം പോയി അത്താഴം കഴിക്കാൻ. ശ്രീജയുടെ നമ്പർ എടുത്ത് അയാൾ വിളിച്ചു. ഹേമന്ത്. അവൾ ആഹ്ലാദത്തോടെ കോൾ എടുത്തു. നീയിപ്പോൾ എവിടാ? ഹോസ്റ്റലിലെത്തി. ഞാൻ വിളിച്ചപ്പം ബൈക്ക് ഓടിക്കുമായിരുന്നോ? സോറി, അറിഞ്ഞില്ല കേട്ടോ. എൻ്റെ പൊന്നുമോൻ ക്ഷമിക്ക്. അയാളൊന്ന് ചിരിച്ചു. എന്താ പിന്നെ ഗുരുവായൂർക്ക് വരാമെന്ന് വെച്ചേ? അയാൾ ചോദിച്ചു. ഞാനൊരു പെണ്ണല്ലേ ഹേമന്ത്. ഞങ്ങൾ പൊതുവെ സംശയാലുക്കളാണ്. ഹേമന്തിനെ എനിക്ക് സംശയമാണെന്ന് ഒന്നുമല്ല ഞാൻ അർത്ഥമാക്കിയേ. എന്നാലും ഒരു പെണ്ണിനെ അവൾ തന്നെയല്ലേ സൂക്ഷിക്കേണ്ടത്. നീ പറഞ്ഞത് ശരിയായി ശ്രീജയ്. നിന്നോട് ഞാൻ അങ്ങനെ ഒരാഗ്രഹം പറയാൻ പാടില്ലായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായേ. നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നു. പക്ഷേ ഇക്കാലത്ത് ആരും ആരെയും വിശ്വസിക്കാൻ പാടില്ലല്ലോ. അയ്യോ ഹേമന്ത്, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഹേമന്തിന് വിശ്വാസമാണ്. ചതിക്കാൻ വേണ്ടിയല്ല വിളിച്ചതെന്ന് എനിക്കറിയാം. ആലോചിച്ചപ്പോൾ ഹേമന്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ഒരു ഉറപ്പ് തരണം. എന്താണ്? നമ്മളൊന്നിച്ച് ഒരു മുറിയിൽ താമസിച്ചാലും വേറൊന്നും ആഗ്രഹിക്കരുത്. എന്നുവെച്ചാൽ? അയാൾ മനസ്സിലായില്ലെന്ന് നടിച്ചു. അയ്യേ, കൊച്ചുകുട്ടിയല്ലേ, ഒന്നും അറിയത്തില്ല, പാവം. ശരീരത്തിൽ സ്പർശിച്ചുള്ള സ്നേഹമൊന്നും പാടില്ല. അതിന് ശ്രമിക്കരുത്. സമ്മതിച്ചോ? അതേയുള്ള കാര്യം. ഡബിൾ റൂമാണ്. 2 കട്ടിലുകൾ കാണും. 2 അടി അകലത്തിലിട്ട് നമുക്ക് കിടന്നാൽ മതി. എന്താ? സമ്മതിച്ചു. അപ്പോൾ ശനിയാഴ്ച രാവിലെ നമ്മൾ പോകുന്നു. വിശദ വിവരങ്ങൾ നാളെ ഞാൻ പറയാം. ഓക്കെ? ഓക്കെ. കോൾ കട്ട് ചെയ്തിട്ട് ഹേമന്ത് വാതിലടച്ചിട്ട് ബെഡിൽ നീണ്ടു നിവർന്ന് കിടന്നു. കണ്ണുകളടച്ചപ്പോൾ അയാളുടെ മുന്നിൽ ശ്രീജയുടെ സുന്ദരമായ രൂപം തെളിഞ്ഞു. അയാൾ മനസ്സിൽ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി.
അത്താഴം കഴിഞ്ഞ് അടുക്കളയിലെ പണികൾ തീർത്തിട്ട് കവിത വന്നപ്പോൾ 10 മണിയുടെ വാർത്ത ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രസാദ് ചന്ദ്രൻ. പാത്രങ്ങൾ കഴുകിയപ്പോൾ വെള്ളം വീണ് നനഞ്ഞ നൈറ്റി അഴിച്ചിട്ട് അവൾ അയയിൽ വിരിച്ചിട്ടു. നാളെ രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ അതാണ് ധരിക്കേണ്ടത്. കവിത ബെഡ്റൂമിലെ അലമാര തുറന്ന് ലേസ് പിടിപ്പിച്ച ഒരു വെള്ള നൈറ്റി എടുത്തു. സ്ലീവ്ലെസ് ആയിരുന്നു അത്. അവൾ തലയ്ക്ക് മീതെ കൂടി അത് ധരിച്ചു. പ്രസാദേട്ടാ, കവിത നീട്ടി വിളിച്ചു. ഓ, സ്വീകരണ മുറിയിൽ നിന്ന് പ്രസാദ് ചന്ദ്രൻ വിളി കേട്ടു. ഉറങ്ങുന്നില്ലേ? ദാ വരുന്നു. ചീപ്പെടുത്ത് നീണ്ട മുടി ചീകിയിട്ട് ഉറങ്ങും മുമ്പ് അവൾ പിന്നിടാറുണ്ട്. അല്ലെങ്കിൽ മുടി കുരുങ്ങും, രാവിലെ ജോലിയാകും. പക്ഷേ പ്രസാദേട്ടന് മുടി അഴിഞ്ഞു കിടക്കുന്നതാണ് ഇഷ്ടം. അതിങ്ങനെ മുഖത്തും മാർത്തുമൊക്കെ വീണിഴയുന്നത് നല്ല സുഖമാണെന്ന് പ്രസാദേട്ടൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് ചിരി വരും. പ്രസാദ് ചന്ദ്രൻ ഉറങ്ങിക്കഴിഞ്ഞേ അവൾ മുടി പിന്നിടാറുള്ളൂ. ടി വി ഓഫ് ചെയ്തിട്ട് പ്രസാദ് ചന്ദ്രൻ വന്നു. അപ്പോൾ കവിത ബെഡിൽ ഇരിക്കുകയായിരുന്നു. അയാൾ അവളെ ഒന്ന് നോക്കി. നേരത്തെ നൈറ്റി, അതിനുള്ളിൽ അവൾ ഒന്നും ധരിച്ചിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അയാൾ കണ്ടു. പുഞ്ചിരിയോടെ അയാൾ വാതിലടിച്ച് ബോൾട്ടിട്ടു. ഹേമന്തിനെ വിളിച്ചൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പ്രസാദേട്ടൻ വിളിച്ചോ? ഇല്ല, ഞാൻ മറന്നു. അല്ലെങ്കിൽ തന്നെ ഇതൊരു നല്ല ശീലമല്ല കവിതയെ. അയാൾ അവളുടെ അടുത്തിരുന്നു. എന്ത് ശീലം? അവൾക്ക് മനസ്സിലായില്ല. ഇടയ്ക്ക് രണ്ടുപേരും കൂടി അടിയിടുക, അവൾ വന്ന് സങ്കടം പറയുക, നമ്മൾ ഒത്തുതീർപ്പാക്കാൻ ചെല്ലുക. ഇതിപ്പോൾ എത്ര തവണയായി? അവൻ തന്നെ എന്ത് വിചാരിക്കും? ശരിയാ, എന്നാലും പ്രസാദേട്ടൻ പറഞ്ഞാൽ അവൻ അനുസരിക്കുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാ. രണ്ടുപേരും അത്ര കൊച്ചുകുട്ടികളൊന്നുമല്ലല്ലോ. പിണങ്ങാൻ അറിയാമെങ്കിൽ അവർക്ക് ഇണങ്ങാനും പറ്റും. പ്രസാദ് ചന്ദ്രൻ ബെഡിലേക്ക് കിടന്നു. അവൾ ഇഷ്ടത്തോടെ അയാളെ ഒന്ന് നോക്കി. ഇത്രയും സുന്ദരമായ ഭർത്താവിനെ തനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് അവൾ എപ്പോഴും സന്തോഷിക്കാറുണ്ട്. കൂട്ടുകാരികളുടെ ഭർത്താക്കന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അഭിമാനം തോന്നാറുമുണ്ട്. വെളുത്ത നല്ല ആരോഗ്യമുള്ള ശരീരമാണ് പ്രസാദ് ചന്ദ്രൻ്റേത്. കോളേജിൽ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്നു. ഭംഗിയുള്ള മൂക്കും തിളക്കമുള്ള കണ്ണുകളും. ചുണ്ടുകൾ കണ്ടാൽ ഉമ്മ കൊടുക്കാൻ തോന്നും. ഇത്തവണ എന്താ പിണക്കത്തിൻ്റെ കാരണം? പ്രസാദ് ചോദിച്ചു. അവൻ ഒരാഗ്രഹം പറഞ്ഞു. അത് പറ്റില്ലെന്ന് അവളും പറഞ്ഞു. മുണ്ടും ഷർട്ടുമായിരുന്നു പ്രസാദിൻ്റെ വേഷം. ഷർട്ടിൻ്റെ മുകളിലത്തെ ബട്ടണുകൾ ഊരിക്കിടക്കുകയായിരുന്നു. അയാളുടെ വിരിഞ്ഞ മാറിലേക്ക് അവൾ കൈക്കൊണ്ടുവന്ന് വച്ചു. എന്താഗ്രഹം? അത് ഭയങ്കര രസമാണ്. ഹേമന്തിൻ്റെ ബർത്ത്ഡേയാ അടുത്ത ഞായറാഴ്ച. ഗുരുവായൂർ പോയി കുളിച്ചു തൊഴാൻ ശ്രീജയെ അവൻ ക്ഷണിച്ചു. പറ്റില്ല എന്ന് അവൾ പറഞ്ഞു. അതെന്താ? ഇവിടെ അങ്ങ് അമ്പലമില്ലയോ തൊഴാൻ പോകാൻ? അവൻ്റെ നക്ഷത്രം രോഹിണിയാ, ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രം. ഓ, അത് ശരി. പക്ഷേ രാവിലെ പോയി വൈകുന്നേരം വരാൻ പറ്റുന്ന ദൂരമല്ലല്ലോ ഗുരുവായൂർ. അവൻ പറയുന്നത് ശനിയാഴ്ച പോയി റൂം എടുത്ത് താമസിച്ചിട്ട് പിറ്റേന്ന് തൊഴുതു വരാമെന്നാ. അവൾ പറഞ്ഞു അത് പറ്റില്ലെന്ന്. അവൾ പറഞ്ഞത് ന്യായം. ഞാൻ അവളുടെ പക്ഷത്താ. അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരല്ലേ പ്രസാദേട്ടാ. തന്നെയുമല്ല, രണ്ടുപേരും കൂടി ഒരു മുറിയിൽ ഒരു രാത്രി താമസിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കണമെന്നില്ല, കവിത വാദിച്ചു. അങ്ങനെയല്ല കവിതയെ. എത്ര നിയന്ത്രിച്ചാലും അവളൊരു പെണ്ണും അവനൊരു ആണുമല്ലേ. അടച്ചിട്ട മുറിയിൽ രണ്ടുപേരും മാത്രമായാൽ അവിടെ എന്തും സംഭവിക്കും. എന്തും സംഭവിക്കുമെന്നോ? കവിതയ്ക്ക് എന്നിട്ടും വിശ്വാസം വന്നില്ല. നീ ചെന്ന് ലൈറ്റ് ഓഫാക്കിയിട്ട് വാ. കവിത എഴുന്നേറ്റ് ചെന്ന് ലൈറ്റ് ഓഫാക്കി. എന്നിട്ട് പ്രസാദിൻ്റെ അടുത്ത് വന്ന് കിടന്നു. എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് ഞാനിപ്പോൾ ബോധ്യപ്പെടുത്തി തരാം. നേരത്തെ ഇരുട്ടിൽ അയാൾ അവൾക്കത് രസകരമായി തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എക്സലൻ്റ് ഇലക്ട്രിക്കൽസിൻ്റെ ഓഫീസിലേക്ക് ഹേമന്ത് കയറി ചെന്നപ്പോൾ രജനി ടെലിഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. അയാളെ കണ്ട് അവളുടെ മുഖം ഇടർന്നു. ആകാശ നീലിമയുടെ നിറത്തിൽ കടൽ നീലിമയുടെ വരകളുള്ള ഫുൾ സ്ലീവ് ഷർട്ടായിരുന്നു ഹേമന്ത് ധരിച്ചിരുന്നത്. ചാർക്കോൾ നിറത്തിലുള്ള പാൻസും. ഇരിക്കൂ എന്നർത്ഥത്തിൽ അവൾ അയാളെ കൈനീട്ടി കാണിച്ചു. മുഖത്ത് നിന്ന് കറുത്ത കണ്ണടയെടുത്ത് മാറ്റിയിട്ട് ഹേമന്ത് ഇരുന്നു. നെറ്റിയിലേക്ക് പാറി വീണ മുടി അയാൾ കൈക്കൊണ്ട് പിന്നിലേക്ക് മാടിയൊതുക്കി. 3-ാമത്തെ നിലയിലെ ഭംഗിയുള്ള ഒറ്റമുറി ഓഫീസായിരുന്നു അത്. ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഷോറൂം. മുതലാളിയും മറ്റു സ്റ്റാഫും അവിടെയായിരുന്നു. രജനിയുടെ സഹായിയായ ഓഫീസ് ബോയ് ഇൻവോയ്സുകൾ അടങ്ങിയ ഫയലുകൾ നമ്പർ അനുസരിച്ച് അലമാരിയിൽ അടുക്കി വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സംസാരം കഴിഞ്ഞ് റിസീവർ വെച്ചിട്ട് ഹേമന്തിനെ നോക്കി രജനി പുഞ്ചിരിച്ചു. കഴിഞ്ഞ മാസം തന്ന ഓർഡറിൻ്റെ ഒരു ലോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല സാറേ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സാർ എന്നേ അവൾ ഹേമന്തിനെ വിളിക്കാറുള്ളൂ. കഴിഞ്ഞ ആഴ്ച അത് അവിടുന്ന് അയച്ചിട്ടുണ്ട്. ഷിഫ്റ്റ്മെൻറ്റ് നോട്ടീസ് നാളെയോ മറ്റന്നാളോ കിട്ടും. അല്പനേരം അവർ ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ചന്ദ്രുവിനെ അവിടെ നിന്ന് എത്രയും വേഗം ഒഴിവാക്കാനായിരുന്നു അവൾക്ക് തിടുക്കം. ചന്ദ്രു, നീ ബാങ്കിലൊന്ന് പോയിട്ട് വാ. ഒരു DD എടുക്കാനുണ്ട്. ക്യാഷ് താഴെ നിന്ന് മേടിച്ചോ. അവൾ ബാങ്ക് ചെല്ലാൻ പൂരിപ്പിച്ച് അവനെ ഏൽപ്പിച്ചു. അവൻ അതും കൊണ്ടുപോയി. ഇന്ന് തന്നെ ഹേമട്ടൻ അമ്മയെ കാണണം. ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല. ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എത്രയായി? 2 മാസം. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. അതൊന്ന് ഉറപ്പാക്കിയിട്ട് ഹേമേട്ടനെ അറിയിക്കാമെന്ന് വിചാരിച്ചാണ്. അത് സാരമില്ല. അമ്മ ഇന്ന് വീട്ടിലുണ്ടോ? ഉണ്ട്. ഭാഗ്യത്തിന് ഇന്ന് എങ്ങോട്ട് പോയിട്ടില്ല. അമ്മ സമ്മതിക്കും. ഹേമേട്ടനെ പോലെ ഒരു മരുമോനെ കിട്ടാൻ ആരാ ആഗ്രഹിക്കാത്തെ? അയാളൊന്ന് ചിരിച്ചു. കുറച്ച് സ്വർണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. വേറൊന്നും ഹേമേട്ടൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം. നീയാണ് രജനി, എൻ്റെ സ്ത്രീധനം. എനിക്ക് നിന്നെ മാത്രം മതി.
പെട്ടെന്ന് ഒരാവേശത്താൽ അവൾ എഴുന്നേറ്റ് വന്ന് കുനിഞ്ഞ് അയാളുടെ ചുണ്ടുകളിൽ ഒരു ഉമ്മ കൊടുത്തു. ശരി, ഞാൻ വൈകുന്നില്ല. എത്രയും വേഗം കല്യാണം നടത്തണമെന്ന് അമ്മയോട് പറയാം. അനുവാദം കിട്ടിയാൽ അച്ഛനെയും അമ്മയെയും കൊണ്ട് ഈ ആഴ്ച തന്നെ ഞാൻ വരാം. വലിയ ആർഭാടമൊന്നും വേണ്ട. അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട്, 50 പേർക്ക് സദ്യ, അതുപോരെ? മതി ഹേമേട്ട. സന്തോഷം കൊണ്ട് രജനിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ തന്നെ ഹേമന്ത് യാത്ര പറഞ്ഞിറങ്ങി. രജനിയുടെ വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുമ്പോൾ ഹേമന്ത് നേരിയ ആശങ്കയുണ്ടായിരുന്നു. ഒരു കളി കളിക്കാൻ പോവുകയാണ്. അവളുടെ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും വിജയമോ പരാജയമോ തീരുമാനിക്കപ്പെടുക. പലതവണ പോയിട്ടുള്ള റോഡിലൂടെ അയാൾ മെല്ലെ നടന്നു. പിന്നെ കഷ്ടിച്ച് നടന്നു പോകാൻ മാത്രം വീതിയുള്ള ഒരു ഇടവഴിയിലേക്ക് കയറി. ഓടിട്ട ചെറിയ ഒരു വീടിൻ്റെ കൊച്ചു ഗേറ്റിന് മുന്നിൽ അയാൾ നടപ്പ് അവസാനിപ്പിച്ചു. രജനിയുടെ അമ്മയെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അവൾ കാണിച്ച ഫോട്ടോയിൽ കണ്ട പരിചയമേ ഉള്ളൂ. ഗേറ്റ് തുറന്ന് അയാൾ മുറ്റത്തേക്ക് കയറി. മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ആരുമില്ല ഇവിടെ? ഹേമന്ത് ഒച്ചയുയർത്തി ചോദിച്ചു. ആരാ? വാതിൽ തുറന്ന് തടിച്ച ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ഹേമന്തിനെ കണ്ട് അവർ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഹേമന്തിനെ സുമതി അടിമുടിയൊന്ന് നോക്കി. പാൻസും ഷർട്ടുമൊക്കെ ധരിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. മുഖം കണ്ടാൽ തന്നെ അറിയാം ഏത് നല്ല കുടുംബത്തിൽ ജനിച്ചതാണെന്ന്. പക്ഷേ പല കമ്പനികളുടെയും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളാണെന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ ഇതുപോലെ വീടുകളിൽ കയറിയിറങ്ങാറുണ്ട്. ആരാ? എന്താ? സുമതി ചോദിച്ചു. രജനിയുടെ വീടല്ലേ ഇത്? ഹേമന്ത് ഭവ്യതയോടെ ചോദിച്ചു. അതെ. അമ്മയൊന്ന് കാണാൻ വന്നതാ ഞാൻ. അയാളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ സുമതിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ നിങ്ങൾ തമ്മിൽ പരിചയം? എങ്കിലും സംശയം മാറാതെ അവർ ചോദിച്ചു. അതൊക്കെ പറയാനാ അമ്മേ ഞാൻ വന്നത്. സെറ്റും മുണ്ടും ബ്ലൗസുമായിരുന്നു സുമതിയുടെ വേഷം. നെറ്റിയിൽ ചന്ദനക്കുറി. അമ്മയുടെ സൗന്ദര്യമാണ് മോൾക്കും കിട്ടിയിരിക്കുന്നതെന്ന് ഹേമന്തിന് തോന്നി. വിൽപ്പനയ്ക്കൊന്നും വന്നതല്ലല്ലോ? അയാളുടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ബാഗ് കണ്ട് അവർ ചോദിച്ചു. അല്ല, രജനിയെ സംബന്ധിക്കുന്ന ഒരു കാര്യം സംസാരിക്കാനാ. രജനിയെ സംബന്ധിക്കുന്ന കാര്യം? കയറി വാ. അവർ അയാളെ ക്ഷണിച്ചു. ഷൂസ് അഴിച്ചു വെച്ചിട്ട് ഹേമന്ത് വീട്ടിലേക്ക് കയറി ചെന്നു. ചെറിയ മുറി, 4-5 കസേരകൾ, ഒരു മൂലയ്ക്ക് TV, പഴയ സാരി മുറിച്ചുണ്ടാക്കിയ ഡോർ കർട്ടൻ. ഇരിക്കെ, സുമതി പറഞ്ഞു. കുഷിനിട്ട കസേരയിൽ അയാൾ ഇരുന്നു. എൻ്റെ പേര് ഹേമന്ത് കുമാർ എന്നാണ് അമ്മേ. വീട് പത്തനംതിട്ടയ്ക്കടുത്ത് കുമ്പഴ എന്ന സ്ഥലത്താണ്. ഞാനൊരു ഇലക്ട്രിക്കൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. രജനി വർക്ക് ചെയ്യുന്ന ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ഹേമന്ത് പറഞ്ഞതെല്ലാം സുമതി ശ്രദ്ധാപൂർവ്വം കേട്ടു. കമ്പനി ആവശ്യത്തിന് വേണ്ടി ഇടയ്ക്കൊക്കെ ഞാൻ എറണാകുളത്ത് വരാറുണ്ട്. ഷോപ്പിൽ ചെല്ലുമ്പോഴൊക്കെ രജനിയെ കാണും. എനിക്ക് ആ കുട്ടിയോട് ഒരു ഇഷ്ടം തോന്നിയപ്പോൾ വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും അക്കാര്യം സംസാരിച്ചു. എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി വേറൊന്നും നോക്കാനില്ലെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. രജനിക്ക് ആദ്യമായിട്ട് ഒരു കല്യാണ ആലോചന. സുമതിയുടെ മനസ്സിൽ പെട്ടെന്നൊരു സന്തോഷം ഉണ്ടാവുകയും അടുത്ത നിമിഷത്തിൽ തന്നെ അത് മങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ രജനിയോട് സംസാരിച്ചു. അപ്പോൾ അവളെ പറഞ്ഞത് അമ്മയെ തീരുമാനമെടുക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞോ ഹേമന്തിനോട്? അമ്മയും ഒരു ചേച്ചിയുമുണ്ടെന്ന് എനിക്കറിയാം. സാമ്പത്തികമൊന്നും ഇല്ലെന്നും അവൾ സൂചിപ്പിച്ചു. എനിക്ക് പണമോ സ്വത്തോ ഒന്നും വേണ്ട. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണാ രജനി. അതുമാത്രം എനിക്ക് മതി. രജനിയേക്കാൾ 3 വയസ്സിന് മൂത്തതാ സുജാത. അവളുടെ കല്യാണം നടത്താതെ ഞാൻ രജനിയെ കെട്ടിച്ചു വിടത്തില്ല. അത് ശരിയല്ല. സുമതിയുടെ കാലുകൾ തൊട്ട് വന്ദിക്കാൻ തോന്നി ഹേമന്തിന്. കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെ അവളുടെ അമ്മ പറഞ്ഞിരിക്കുന്നു. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ചേച്ചി നിൽക്കെ അനിയത്തിയുടെ വിവാഹം നടത്തുന്നത് ഏശ്വരക്കേടാണ്. ആളുകൾ പലതും പറയും. മാത്രമല്ല ചേച്ചിക്ക് പിന്നെ നല്ലൊരു ആലോചന വരാനും പ്രയാസമായിരിക്കും. ചേച്ചിക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് കല്യാണം കഴിക്കാതെ നിൽക്കുന്നതെന്ന് ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാവും. ദുഃഖം അഭിനയിച്ച് അയാൾ സുമതിയെ പിന്താങ്ങി. അതെ, ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല മോനെ. 1 വർഷം കൂടി നിനക്ക് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ രജനിയെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. അതിനുള്ളിൽ സുജാതയുടെ കാര്യം ഞങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ തന്നെ ചില ആലോചനകൾ വരുന്നുണ്ട്. 1 കൊല്ലമല്ലമ്മേ, 2 കൊല്ലം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് രജനിക്ക് വേണ്ടി. എനിക്കിപ്പോൾ വയസ്സ് 25 ആയതേ ഉള്ളൂ. 27 വയസ്സിലേ എൻ്റെ കല്യാണം നടക്കൂ എന്ന ജാതകത്തിലുണ്ട്. അപ്പോഴെല്ലാം ശരിയായി വരൂ. ഹേമന്തിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും 2 സഹോദരിമാരും. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. അനിയത്തി ഡിഗ്രി പാസ്സായി ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ കല്യാണം നടത്തിയിട്ട് മതി എൻ്റെ കല്യാണം എന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. പക്ഷേ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞാൽ അവർ സമ്മതിക്കും. എന്നാൽ പിന്നെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ മോൻ്റേത്? സുമതി ചോദിച്ചു. മതിയമ്മേ, പക്ഷേ രജനി അതുവരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ അങ്ങനെ പറഞ്ഞോ? ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അവളുടെ പേടി വൈകിപ്പോയാൽ ഞാൻ പോയി വേറെ കല്യാണം കഴിക്കുമോന്നാ. ആ പേടി കൊള്ളത്തില്ല. യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ആരായാലും കാത്തിരിക്കും. സുജാതയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി അവളുടേത്. അതുപോലെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി മോൻ്റെയും. ഹേമന്തിന് സന്തോഷമായി. ഇരിക്കെ, ഞാൻ ചായ ഇടാം. സുമതി അടുക്കളയിലേക്ക് പോകാനായി എഴുന്നേറ്റു. അയ്യോ, ചായയൊന്നും വേണ്ടമ്മേ, ഉച്ചയായില്ലേ? അയാൾ ഒഴിഞ്ഞു. എന്നാൽ കൈ കഴുക്, ചോറുണ്ണാം. കറികളൊക്കെ കുറവാണെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും വേണ്ടമ്മേ, ഇനിയും ഞാൻ വരുമല്ലോ, അപ്പോൾ ഊണ് കഴിക്കാം. എനിക്കിനി വേറെ 1-2 സ്ഥലത്തു കൂടി പോകാനുണ്ട്. ഹേമന്ത് എഴുന്നേറ്റു.
എന്തായാലും അമ്മ രജനിയോടൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. അവൾ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ. അവളുടെ പൂതി ഞാൻ തീർക്കുന്നുണ്ട്, അരിശത്തോടെ സുമതി പറഞ്ഞു. എന്നാൽ ഞാൻ പോയിട്ട് വരാമേ. ഹേമന്ത് യാത്ര പറഞ്ഞിറങ്ങി. താൻ പാതി ദൈവം പാതി. താൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. ഇനി ബാക്കി ദൈവം തീരുമാനിക്കട്ടെ. എന്തായാലും രജനിയെ കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. അതിനുള്ള യോഗ്യത ഒന്നും അവൾക്കില്ല. അയാൾ ബസ് സ്റ്റോപ്പിലേക്ക് വേഗം നടന്നു. ഓഫീസിലിരിക്കുമ്പോഴാണ് ഹേമന്തിൻ്റെ കാര്യം പ്രസാദചന്ദ്രൻ ഓർമ്മ വന്നത്. അവനോടൊന്ന് സംസാരിക്കണമെന്ന് തലേ രാത്രിയിൽ കവിത പറഞ്ഞതാണ്. അത് മറന്നു. അയാൾ വാച്ചിൽ നോക്കി. 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഊണ് കഴിക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് വിളിച്ചു കളയാം. അവന് ശ്രീജയം കൊണ്ട് ഗുരുവായൂരിൽ കുളിച്ചു തൊഴാൻ പോകണമെന്ന്. ഒരു രാത്രി അവളോടൊപ്പം കഴിയുകയും വേണമെന്ന്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഭയങ്കര ധൈര്യമാണ്. പ്രസാദചന്ദ്രൻ മൊബൈലും എടുത്ത് ഹേമന്തിൻ്റെ നമ്പറിൽ വിളിച്ചു. ബെല്ലടിച്ച് തീരാറായപ്പോഴാണ് അയാൾ കോൾ എടുത്തത്. എന്താ പ്രസാദേട്ടാ, നീ ഇപ്പോൾ എവിടാ? എറണാകുളത്താ. ഇന്ന് എവിടെ വർക്ക്? നീ ഫ്രീ ആണ് ഇപ്പം? ഞാൻ ബസ്സിലാ. വയറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാഷണൽ ഇലക്ട്രിക്കൽസിൽ നിന്ന് ഓർഡർ എടുക്കാനുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്നവനോട് എങ്ങനെ ഇക്കാര്യം സംസാരിക്കും? എന്താ പ്രസാദേട്ട വിളിച്ചേ? ഇന്നലെ ശ്രീജ വന്ന് കവിതയോട് പരാതി പറയുന്നത് കേട്ടു. അവൾ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ലെന്ന്. കവിത പറഞ്ഞു നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. പ്രസാദ് ഉദ്ദേശിച്ചറിയിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പ്രസാദേട്ടാ. ചിലപ്പം ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഗുരുവായൂർ പോകാൻ നീ വിളിച്ചെന്നോ വരില്ലെന്ന് അവൾ പറഞ്ഞെന്നോ നീ അത് സീരിയസ് ആയി എടുത്തെന്നോ? എന്തോ നാട് ഇതൊക്കെ. കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിനെ ഹോട്ടലിലേക്ക് കൊണ്ടുചെന്ന് മുറിയെടുത്ത് താമസിക്കുന്നത് ശരിയാണോ? നീ അവളെ കല്യാണം കഴിക്കി, എന്നിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോ. എൻ്റെ പ്രസാദേട്ടാ, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഗുരുവായൂർക്ക് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി തന്നെ. രാത്രി 9:30 ഇവിടുന്ന് ഒരു ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ ഉണ്ടല്ലോ. വെളുപ്പിനെ അവിടെ ചെല്ലും. അവിടെ തീർത്ഥാടകർക്ക് കുളിക്കാനും വേഷം മാറാനും ഡോർമെറ്ററി സൗകര്യമുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെയാ. തൊഴുത് ഉച്ചയ്ക്ക് 11:30 പാസഞ്ചറിന് തിരിച്ചാൽ സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ എത്തും. അതുപോലും അവൾക്ക് സമ്മതമല്ല. ഞാനിത്തിരി ദേഷ്യം കാണിച്ചു, അത്രയേ ഉള്ളൂ. ഹേമന്ത് നിരപരാധി ചമഞ്ഞു. അതാണോ കാര്യം? ഞാൻ വിചാരിച്ചു അവൾ വരും, നീ വിളിച്ചാൽ മതി. അതോ ഞാൻ പറയണോ അവളോട്? വേണ്ട പ്രസാദേട്ടാ, ഇത്തരം ചീള് കാര്യത്തിലൊക്കെ ഇടപെട്ട് പ്രസാദ് എൻ്റെ വെയിറ്റ് കളയണ്ട. എന്നാൽ ശരി, വച്ചോ. പ്രസാദചന്ദ്രൻ കോൾ കട്ട് ചെയ്തിട്ട് ബാഗിൽ നിന്നും ടിഫിൻ ബോക്സ് എടുത്ത് പിൻവശത്തെ മുറിയിലേക്ക് പോയി. ഉച്ചയൂണ് കവിത കൊടുത്തയക്കും. എന്തായാലും അവൾക്ക് കൊണ്ടുപോകാൻ രാവിലെ ചോറ് വയ്ക്കാതിരിക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഒരു പാത്രത്തിൽ കൂടി വിളമ്പാൻ എന്ത് ബുദ്ധിമുട്ട്. മീൻകറിയും മോര് കാച്ചിയതും ഉരുളക്കിഴങ്ങും മെഴുക്കുപുരട്ടിയും ഒക്കെ കൂട്ടി ചോറുണ്ണുമ്പോഴാണ് പ്രസാദിൻ്റെ മനസ്സിലൊരു സംശയമുണ്ടായത്. തലേ രാത്രിയിൽ ട്രെയിനിൽ പോകാനാണ് ഹേമന്തിൻ്റെ പരിപാടി. പക്ഷേ തലേദിവസം രാവിലെ പോയി ഗുരുവായൂർ ചെന്ന് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്ന കാര്യമാണ് ശ്രീജ പറഞ്ഞത്. അപ്പോൾ ആര് പറഞ്ഞതാണ് ശരി? അതൊന്നറിയണമല്ലോ. ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ മൊബൈലെടുത്ത് ശ്രീജയെ വിളിച്ചു. പ്രസാദേട്ടാ, അവൾ കോൾ എടുത്തു. നീ ഫ്രീ ആണോ ശ്രീജയെ? ഒരു കാര്യം ചോദിക്കാനാ. 2 മണിയാകാറായില്ലേ? ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങുക. ഹേമന്തിൻ്റെ കാര്യം സംസാരിക്കാനായിരുന്നു. സ്കൂൾ വിടുമ്പോൾ ഞാൻ അതുവഴി വന്നാൽ മതിയോ? അത് മതി. ജേസൺ ഇലക്ട്രിക്കൽസിൻ്റെ ഏരിയ മാനേജറുടെ ഓഫീസിൻ്റെ മുന്നിൽ കൂടിയാണ് സ്കൂൾ വിട്ട് ശ്രീജ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഒരു വീട് വാടകയ്ക്കെടുത്തിട്ടാണ് ഏരിയ മാനേജറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ മുറി പ്രസാദിൻ്റെ ഓഫീസ്. തൊട്ടു പിന്നിലുള്ള മുറിയിലാണ് മറ്റു സ്റ്റാഫായ ജയന്തിയും രേണുകയും പ്രേമചന്ദ്രനും ജോസും ഒക്കെ ഇരിക്കുന്നത്. 4 മണി കഴിഞ്ഞപ്പോൾ ഗേറ്റ് കടന്ന് ശ്രീജ വരുന്നത് പ്രസാദ് കണ്ടു. സാരിയാണ് സ്കൂളിൽ പോകുമ്പോൾ അവളുടെ വേഷം. നല്ല പൊക്കമുള്ളതുകൊണ്ട് ഏത് വേഷവും അവൾക്ക് ചേരും. പുറത്ത് പോകുമ്പോഴേ അവൾ ചുരിദാർ ഉപയോഗിക്കാറുള്ളൂ. പ്രസാദേട്ടൻ ബിസിയാണോ? വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് അവൾ അനുവാദം ചോദിച്ചു. കമ്പ്യൂട്ടറിൻ്റെ മുന്നിലായിരുന്നു അയാൾ. ഏയ്, ഞാനിപ്പോൾ ഫ്രീയാ. ശ്രീജ വാ. അയാൾ അവളെ ക്ഷണിച്ചു. അവൾ അകത്തേക്ക് കയറി ചെന്നു. ഇരിക്കേ. അവൾ എതിർവശത്തുള്ള കസേരയിലിരുന്നു. അപ്പോഴാണ് ഹോട്ടലിലെ പയ്യൻ എല്ലാവർക്കും 4 മണിക്കുള്ള ചായയുമായി വന്നത്. ഒരു ചായ കുടിക്കാം അല്ലേ? പ്രസാദചന്ദ്രൻ ചോദിച്ചു. വേണ്ട പ്രസാദേട്ടാ, ഇവിടെയുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ. എന്നാലും ഒരെണ്ണം അധികമാ. ജയന്തി ഒന്നും വന്നിട്ടില്ല. പയ്യൻ ഒരു ചായ ശ്രീജയുടെ മുന്നിൽ വെച്ചു. ഹോസ്റ്റലിൽ എപ്പോഴാണ് ചായയുടെ സമയം? പ്രസാദ് വെറുതെ ചോദിച്ചു. 4:30 മുതൽ 5:30 വരെ. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? 2 കഷ്ണം ബ്രെഡ്, അല്ലെങ്കിൽ 4 ബിസ്ക്കറ്റ്. പ്രസാദ് അത് കേട്ട് ചിരിച്ചു. വയറ് നിറയാൻ അത് മതിയല്ലോ. 2 പേരും ചായ എടുത്ത് കുടിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ഹേമന്തിനെ ഒന്ന് വിളിച്ചിരുന്നു. അവനിന്ന് എറണാകുളത്താണ്, പ്രസാദ് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പം പറഞ്ഞായിരുന്നു. 2 പേരും ഒത്തുതീർപ്പിലായോ? അവൾ മറുപടി പറയാതെ ചിരിച്ചു. എന്തായി ഗുരുവായൂർ യാത്ര? അയാൾ ചോദിച്ചു. ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു. പോയിട്ട് വാ. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. ബർത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടാവാൻ. ബർത്തോ? അവൾക്ക് മനസ്സിലായില്ല. ബർത്ത് കിട്ടിയില്ലാൽ വെളുപ്പിന് ഗുരുവായൂർ എത്തുന്നത് വരെ ട്രെയിനിൽ കുത്തിയിരിക്കണ്ടേ? ട്രെയിനിലല്ല പോകുന്നത്, രാവിലെ ബസ്സിൽ പോകാം. 4 മണിക്ക് മുമ്പ് അവിടെ എത്തുമെന്നാണ് ഹേമന്ത് പറഞ്ഞത്. എന്നിട്ട് അവിടെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീജ പെട്ടെന്ന് മുഖം കുനിച്ചു. ചെന്നില്ലെങ്കിൽ ഹേമന്ത് പിണങ്ങും. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല.
നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയും അവന് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റാതെ വരികയും ചെയ്താലോ? പെട്ടെന്ന് ഞെട്ടലോടെ അവൾ മുഖമുയർത്തി. അയ്യോ, അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നീ പോകുന്നത് മണ്ടത്തരമാ ശ്രീജെ, പ്രസാദ് തർപ്പിച്ച് പറഞ്ഞു. പക്ഷെ പ്രസാദേട്ടാ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്ക് തന്നെയാണ്. ശ്രീജ മറുപടി പറഞ്ഞില്ല. അടച്ചിട്ട മുറിയിൽ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു കഴിയേണ്ടി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന് എനിക്കറിയാം. പുരുഷൻ ആവശ്യപ്പെടുന്നതെന്തും അവൻ്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ സ്ത്രീ കൊടുത്തു പോകും. ഇല്ല പ്രസാദേട്ടാ, ഇപ്പോൾ നീ ചെയ്യാൻ പോകുന്നതും അതല്ലേ? അവൻ പിണങ്ങാതിരിക്കാൻ വേണ്ടി നീ കൂടെ ചെല്ലാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇത്തരം വിട്ടുവീഴ്ചകൾ നിനക്ക് ഇനിയും ചെയ്യേണ്ടി വരും. ആശയക്കുഴപ്പത്തിലായതുപോലെ അവൾ ഇരുന്നു. നീ പോയിക്കോ ശ്രീജെ, എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ വിഷമിക്കണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ശ്രീജ യാത്ര പറഞ്ഞ് പ്രസാദിൻ്റെ ഓഫീസിൽ നിന്നിറങ്ങി. പ്രസാദേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത്തരം ഒരവസരത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു പുരുഷൻ്റെ കാഴ്ചപ്പാടിലാണ് പ്രസാദേട്ടൻ സംസാരിച്ചത്. ഹേമന്തിൻ്റെ തന്ത്രമൊന്നും പക്ഷേ എൻ്റെ അടുത്ത് വില പോകത്തില്ല. പ്രലോഭനങ്ങൾക്ക് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സമ്മതിക്കാതെ പിടിച്ചു നിൽക്കും. ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മവയ്ക്കാനോ, അതിലപ്പുറം ഒന്നും സമ്മതിക്കില്ല. അവൾ മെല്ലെ ഹോസ്റ്റലിലേക്ക് നടന്നു. വൈകുന്നേരം ഓഫീസ് വിട്ട് ആശങ്കയോടെയാണ് രജനി വീട്ടിലേക്ക് വന്നത്. അമ്മയെ ചെന്നുകണ്ട് സംസാരിച്ചെങ്കിലും ഉടൻ കല്യാണം നടത്താൻ പറ്റില്ലെന്ന നിലപാടിലാണെന്ന് ഹേമേട്ടൻ അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. സുജാത ചേച്ചിയുടെ കല്യാണം നടത്താതെ തൻ്റെ കാര്യം ആലോചിക്കുക പോലുമില്ലെന്നാണത്രേ അമ്മ പറഞ്ഞത്. രജനി ചെന്നപ്പോൾ പതിവ് പോലെ സുമതി സന്ധ്യവിളക്ക് കൊളുത്തി കഴിഞ്ഞിരുന്നു. സുജാത ടെക്സ്റ്റൈൽസിൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ബസ് പിടിച്ച് വീട്ടിലെത്തുമ്പോൾ 8 മണി കഴിയും. രജനി അവളുടെ മുറിയിൽ ചെന്ന മേശപ്പുറത്തേക്ക് ബാഗ് വെച്ചു. അത് അവളുടെ മാത്രം മുറിയല്ല. 2 കട്ടിലുകളിൽ ഒന്ന് സുജാതയുടേതാണ്. വേറെ ഒരു മുറി കൂടിയേയുള്ളൂ. അതിൽ അമ്മയാണ് ഉറങ്ങുന്നത്. രജനി, നീ വന്നോ? പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് സുമതി വിളിച്ചു ചോദിച്ചു. വന്നമ്മേ, അവൾ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നു. രാത്രിയിൽ ചപ്പാത്തിയാണ് ഭക്ഷണം. കറിയുണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് നുറുക്കുകയായിരുന്നു സുമതി. ഇന്ന് ഹേമന്ത് എന്നൊരു പയ്യൻ വന്നായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അമ്മേ വന്നത്. നല്ല പയ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുറ്റുപാടുകൾ കേട്ടിട്ട് നല്ലൊരു ബന്ധമാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പയ്യനാ. പണമോ സ്വർണമോ ഒന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞില്ലേ നീ? പറഞ്ഞമ്മേ. പെട്ടെന്ന് അവളുടെ ഉള്ളിലൊരു പ്രതീക്ഷ തലപ്പൊക്കി. നീ സ്വഭാവിയാ മോളെ. അതുകൊണ്ടാ എന്നെ വന്ന് കാണാൻ അവനോട് പറഞ്ഞത്. പക്ഷേ സുജാതയുടെ കാര്യത്തിൽ എനിക്കത്ര വിശ്വാസം പോരാ. അതെന്താ അമ്മേ? എനിക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട്. അവൾ വല്ല കുരുത്തക്കേടും ഒപ്പിച്ചെന്നറിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുന്നേ. അമ്മ പറഞ്ഞത് കേട്ട് രജനി നടുക്കത്തോടെ നിന്നു. കഥ തുടരും.